പതിമക്കാപ്പൂവിതളാണ് പത്തരമാറ്റൊളി ചേലാണ് എത്ര മൊഴിഞ്ഞാൽ സുഖമാണ് ഹക്കതവർ മധുമലരാണ് ആ മലരിൽ തൂകും ചന്തം കാണാനെന്തു രസം ആ സ്വരമതി മൊഴികൾ കേൾക്കാൻ തേങ്ങലിലല്ലേ എന്നുള്ളം ത്വയ്ബാ ഹായ് ഓൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ലഞ്ച് ബോക്സസ് ഒക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാം, ഈ ഒരു വീഡിയോ നമ്മൾ ഒരു 2 വീക്സ് മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. ഒരുപാട് വേറെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനും അതിൻ്റെ തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നതാണ്. അതായത് ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ 5 മക്കളും സ്കൂളിലേക്ക് പോകുന്നൊരു ദിവസമാണ്. അതായത് ഇച്ചലു ബേബീനെയും നമ്മൾ സ്കൂളിൽ ചേർത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് പ്രീ KG ചേർത്തിയിട്ടുണ്ട്. എനിക്കിതേ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് കേട്ടുകൊണ്ടാണ് ഓരോ ജോലികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റോക്കൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മളിതേ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കുട്ടികളൊക്കെ ഒന്ന് ഒരുക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് കുറച്ച് നല്ലൊരു ലഞ്ച് ബോക്സാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എപ്പോഴും ലൈക്ക് ചെയ്യാൻ ഒരുപാട് പേര് മറക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, പിശിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യോ. എനിക്ക് നല്ല ജലദോഷമാണ് കേട്ടോ. അടുപ്പിച്ച് ഓരോ യാത്രകൾ, തൃശ്ശൂർ, കോഴിക്കോട്, പിന്നെ അതിന് മുമ്പ് ഇങ്ങനെ ഫുള്ള് യാത്രകളായിട്ട് തീരെ വയ്യായിരുന്നു കേട്ടോ. അങ്ങനെ റൂമൊക്കെ ശരിയാക്കിയതിന് ശേഷം നേരെ കിച്ചണിലേക്ക് കയറുന്നതിന് മുമ്പ് യൂണിഫോം കുറച്ച് വെള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അലക്കാനിടാനും വേണ്ടിയിട്ട്. അപ്പോൾ അത് അലക്കാനിടാണ്. എൻ്റെ ക്ലാസ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമുള്ള പിറ്റേ ദിവസത്തെയാണ് കേട്ടോ. ഇടയിൽ എന്തോ ഒരു ലീവ് വന്നില്ലേ, എനിക്ക് ലീവ് വന്നു. ഞാൻ നിങ്ങളുടെ ചോദിക്കണേ ലീവ് വന്നില്ലേന്ന്. ആ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ ദേ ഇന്ന് നമ്മൾ വൈറ്റ് റൈസാണ് ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ പൊന്നിയരിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അരി ഒന്ന് കഴുകി എടുക്കുന്നുണ്ടേ. സത്യം ജയിക്കാൻ ചാരത്ത് ആയിരപട വീരാളികൾ അവിടേക്ക് അണഞ്ഞില്ലേ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു കംപ്ലീറ്റ് ഡേ ആണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അതായത് രാവിലെ നിന്ന് തുടങ്ങിയിട്ടുള്ള നമ്മുടെ ലഞ്ച് ബോക്സസ്, പിന്നെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത്, പിന്നെ ഇന്ന് കുട്ടികൾക്ക് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളല്ലേ, അതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കൂടി ഉണ്ട് കേട്ടോ ഇച്ച് ബേബിക്കൊക്കെ. അപ്പോൾ അങ്ങനെ വൈകുന്നേരം അതിന് ശേഷം വൈകുന്നേരം എൻ്റെ ജീവിതത്തിൽ വലിയൊരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ അതിന് ശേഷം നമ്മൾ ഈ ചാരിറ്റി വർക്കിനൊക്കെ എങ്ങനെയാണ് പോകുന്നത്, എവിടേക്കൊക്കെയാണ് പോകുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളാണെങ്കിലും പോസിറ്റീവായിട്ട് എൻ്റെ നല്ലതിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ കമൻറ്റ് വായിക്കാൻ. നിങ്ങളുടെ നല്ല രീതിക്കുള്ള അങ്ങനെയുള്ള കമൻറ്റുകൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് പോസിറ്റീവായിട്ട് ഉപകാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്നുള്ളത് പിന്നീട് ഞാൻ ഇൻഷാല്ലാ പറയുന്നതായിരിക്കും. പിന്നെ അതേ ഹയാൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാവേ. വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ മോഡിലേക്ക് വരാൻ കുട്ടികൾക്ക് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരിക്കും. പക്ഷേ ഹയാനുവിന് ഈ ഒരു ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. ടീച്ചറിനേക്കാളും ഫാസ്റ്റായിട്ട് എനിക്ക് മാത്സ് എടുക്കാൻ പറ്റുമല്ലോ എന്ന് പറയും, സോൾവ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളത്. സംഭവം എന്താണെന്ന് മനസ്സിലായോ? ഇത് വന്നിട്ട് വേൾഡിലെ ഫാസ്റ്റസ്റ്റ് കാൽക്കുലേറ്റിംഗ് മാൻ എന്നറിയപ്പെടുന്ന നീലകണ്ഠ ഭാനുവിൻ്റെ ബാൻസു എന്ന് പറഞ്ഞ യുണീക്ക് കോഴ്സാണ്. സംഭവം നമ്മുടെ മാത്സിൻ്റെയൊക്കെ ഈ ട്രിക്സും സീക്രട്സും ടെക്നിക്സും ഒക്കെ വെച്ചിട്ട് സ്പീഡായിട്ട് അവനക്ക് മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്ത് പെട്ടെന്ന് ഇതാക്കാനായിട്ട് പറ്റും. ആൾ വന്നിട്ട് 50+ വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആണ് കേട്ടോ, ഇൻക്ലൂഡിങ് ശകുന്തള ദേവിയുടെ സ്പീഡ് റെക്കോർഡ് അടക്കം. 39. Can you try this? 81. Yeah, it is correct. Yes, it is 81. Okay.
Another question. പിന്നെ ഈ ഒരു മാത്സ് ക്ലാസ് നടക്കുന്ന സമയത്ത് ഹയാന് മാത്രമല്ല കേട്ടോ ഇൻട്രസ്റ്റ്, ഞാനും കൂടി വന്നിരിക്കാറുണ്ട്. കാരണം ഉണ്ടല്ലോ, ഒരുപാട് ടെക്നിക്സ് അവർ കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതാണ്. നമുക്ക് തന്നെ ഭയങ്കര അത്ഭുതമായിരിക്കും, ഇത്ര ഈസി ആയിരുന്നു മാത്സ് എന്ന് തോന്നുന്ന രീതിയിലേക്ക്. അതായത് ഈ റെക്കോർഡ് ബ്രേക്കിംഗ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് കുട്ടികളിനെ വന്നിട്ട് ഭയങ്കര ഫാസ്റ്റർ ആക്കിയിട്ട്, അതായത് കാൽക്കുലേറ്ററിനേക്കാളും ഫാസ്റ്റ് ആക്കിയിട്ട് മെൻ്റലി വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ അതും കൂടെ ആവശ്യമില്ല, കുട്ടികൾ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്ത് സോൾവ് ചെയ്യുന്നതായിട്ട്. ഈ ഒരു ക്ലാസ്സിൽ ചേർത്തിയുള്ള ഗുണം മെയിനായിട്ട് എന്താണെന്നറിയോ, കുട്ടികൾ മറ്റു കുട്ടികളൊക്കെ ഫിംഗറൊക്കെ വെച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഈസി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അവർക്ക് സ്കൂളിലേക്ക് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ വന്നിട്ട് ബാൻസു ഫ്രീ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അതായത് 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, അതായത് UKG ടു 9th ഗ്രേഡ് വരെയുള്ള കുട്ടികൾക്ക് ഈ ഒരു ടെക്നിക്സ് ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി ക്ലാസ് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ വന്നിട്ട് അവർ ബാക്ക് ടു സ്കൂൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓഫർ കൊടുക്കുന്നുണ്ട്. പക്ഷേ സീറ്റ് ലിമിറ്റഡ് ആണ്, കാരണം അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തല്ലോ. ഏതായാലും നിങ്ങളുടെ കുട്ടീനെ നിങ്ങൾക്ക് ചേർത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിട്ടാ. എന്തായാലും നിങ്ങളുടെ കുട്ടിക്ക് ഇഷ്ടമാവും ഈ ഒരു ക്ലാസ്, നിങ്ങൾക്കും ഇഷ്ടമാവും. എത്ര മൊഴിഞ്ഞാൽ സുഖമാണ്, ഹക്കദവർ മധുമലരാണ്, ആ മലരിൽ തൂകും ചന്തം കാണാനെന്തു രസം, ആ സ്വരമതി മൊഴികൾ കേൾക്കാൻ തേനലിലല്ലേ എന്നുള്ളം ത്വയ്ബാ. ഇന്നപ്പോൾ ലഞ്ച് ബോക്സിലേക്ക് ഞാൻ കോളിഫ്ലവർ കൊണ്ട് ഒരു കറി ഉണ്ടാക്കുന്നുണ്ട്. ഇത് ലഞ്ച് ബോക്സിലേക്ക് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഉണ്ടാക്കി ഇപ്പോൾ മക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ ഭർത്താക്കന്മാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കോളിഫ്ലവറിൽ ഉള്ള കുറച്ച് ഹെൽത്തിയും ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, നോർമലി കോളിഫ്ലവർ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുണ്ടാവുക നമ്മൾ ചില്ലി ചിക്കൻ പൊരിക്കുന്ന പോലെ ആയിരിക്കുമല്ലോ. അത് ഹെൽത്തി അല്ല എന്നും പറയുമല്ലോ, ഓയിലും ഇതൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ അതല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് കുട്ടികൾ കഴിക്കും കേട്ടോ. ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു സ്റ്റൗവൊക്കെ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ ഇൻഷാ അല്ലാഹ് വരുന്നതായിരിക്കും. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അത് മാനുഫാക്ചറിങ്ങിലാണ്, അത് കഴിഞ്ഞാൽ എത്തും കേട്ടോ. ഇതിനേക്കാളും ഭംഗിയുള്ള വേറെ സ്റ്റവാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ എൻക്വയറി ചെയ്ത് വെച്ചോ. ഇപ്പോഴൊന്നും കിട്ടൂല, കുറച്ച് ലേറ്റ് ആവുമെന്ന് മാത്രം. പിന്നെ ഞാൻ ആ കോളിഫ്ലവർ ഒന്ന് വേവിക്കാനും വേണ്ടി ഇട്ടിട്ടുണ്ട്. അടുത്തത് ഗ്രീൻ പീസാണ് കേട്ടോ എടുക്കുന്നത്. ഗ്രീൻ പീസ് പച്ച ഉണ്ടാവൂലേ, അല്ലെങ്കിൽ തലേ ദിവസം നിങ്ങൾ വെള്ളത്തിലിട്ട് വെച്ചാലും മതി. ഇനി ഇതിലേക്ക് കോളിഫ്ലവറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വെന്തിട്ട്, ഫുള്ളായിട്ടല്ല, ഒരു 75% ഒക്കെ ഒന്ന് വെന്ത് വരണം. അപ്പോഴേക്കും നമ്മുടെ ടിഫിൻ ബോക്സ് ഒക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കി വെക്കട്ടെ കേട്ടോ. എത്ര മൊഴിഞ്ഞാൽ സുഖമാണ്, ഹക്കദവർ മധുമലരാണ്, ബദറിന്റെ ശരമാരിൽ സൂര്യനുദിച്ചൊരു നേരത്ത്, ബദരീങ്ങൾ പോർവിളിയാൽ സത്യം ജയിക്കാൻ ചാരത്ത്, ബദറിന്റെ ശരമാരിൽ സൂര്യനുദിച്ചൊരു നേരത്ത്, ബദരീങ്ങൾ പോർവിളിയാൽ സത്യം ജയിക്കാൻ ചാരത്ത്, ആയിരപട വീരാളികളവിടേക്ക് അണഞ്ഞില്ലേ, ആയുധപതി പ്രാർത്ഥന കൊണ്ട് റസൂലും പൊരുതിയിലേ. ഒരു പാനിലേക്ക് ബട്ടർ ഇട്ടതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ ഇട്ടിട്ട് അതിൽ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ 2 പച്ചമുളകും കൂടി ഇടുക. പിന്നെ തേങ്ങാപ്പാൽ നല്ല കട്ടിക്കെടുത്തത് അതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് തിക്കായിട്ട് വരണം എന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ കലക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു തേങ്ങാപ്പാൽ നല്ല കുറച്ചൊന്ന് കുറുകി ഒരു ക്രീമി ടേസ്റ്റിലേക്ക് വരും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല, എന്തെങ്കിലും തോന്നിയ പോലെ ഉണ്ടാക്കുന്നതല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കണ്ട. ഇതൊക്കെ റെസ്റ്റോറൻറ്റിലൊക്കെ കൊടുക്കുന്ന ഫുഡ്സാണ് കേട്ടോ. പിന്നെ കുറച്ച് കോൺ ഉണ്ടായിരുന്നു, സ്വീറ്റ് കോണാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് കുറച്ച് മല്ലിയില, ഡില്ലീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ടാലും മതി.
ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ എക്സാം ഹാളിലായിരിക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നലെ പോലും ഞാൻ തൃശ്ശൂർ ഒരു വർക്കിനും വേണ്ടി പോയിട്ട് വന്നത് 3 മണിക്ക് 3:45. പിന്നെ 1 മണിക്കൂർ കിടന്നുറങ്ങിയിട്ട് പിന്നെ എണീറ്റ് കുളിച്ച് നമസ്കരിച്ച് കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നിട്ടുള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥന എല്ലാവരെയും വേണം കേട്ടോ. പത്തരമാറ്റൊളി ചേലാണ് എത്ര മൊഴിഞ്ഞാൽ സുഖമാണ് ഹക്കതവർ മധുമലരാണ് ആ മലരിൽ തൂകും ചന്തം കാണാനെന്തു രസം. ഇത് വന്നിട്ട് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ഈ സ്നാക്സ് ആയിട്ട് ബിസ്ക്കറ്റോ ബേക്കറി ഐറ്റംസോ ഒന്നും തന്നെ കൊടുക്കാൻ പാടില്ല. അവർക്ക് ഇതുപോലെ വല്ല ചെറുപയറോ അല്ലെങ്കിൽ ഗ്രീൻ പീസോ ഇതുപോലെ സാധനങ്ങൾ സ്നാക്സ് കൊടുത്തു വിടാൻ പാടില്ല, അവിടെ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ പീസിൽ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ജസ്റ്റ് കുറച്ച് ബട്ടർ ഇടുക, അതിലേക്ക് ഗ്രീൻ പീസ് ഇട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഗാർലിക് പൗഡറൊക്കെ ഇടാം. അതൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ നേരത്തെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് തൊലിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് അപ്പോഴേക്കും നമ്മുടെ ഗ്രീൻ പീസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഒന്നും ഉണ്ടാക്കാനില്ലാത്ത ദിവസങ്ങളിലുണ്ടല്ലോ, ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് മക്കൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, നമ്മുടെ ചുച്ചുക്കുട്ടീനെയും ഹെയ്സോനെയും ഒക്കെ സ്കൂൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇച്ചു ബേബിനെ ചേർത്തുന്ന സെയിം സ്കൂളിൽ തന്നെയാണ് അവർ 3 പേരും പോകുന്നത്. അവരുടെ സ്കൂളിലൊരു പ്രത്യേകതയുണ്ട്, ജാപ്പനീസ് കരിക്കുലമാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതായത് രാവിലെ വരെയും കുട്ടികൾക്ക് പഠനം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ആക്ടിവിറ്റീസൊക്കെ ആയിരിക്കും. ഈ കൃഷി ചെയ്യുന്ന പോലെ, അതായത് ഫാമിങ്, ജിമ്മ്, യോഗ അതുപോലെയൊക്കെ ആയിരിക്കും. ഉച്ചയ്ക്ക് ശേഷം ICSE സിലബസിൻ്റെ, അതായത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റീൻ്റെ സിലബസിലുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. കുട്ടികൾക്ക് ഇപ്പോൾ ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങാം. മൊത്തത്തിൽ ഒരു ഫ്രീഡമായിട്ട് നമുക്ക് വീട്ടിൽ വന്ന് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. പിന്നെ സ്കൂളിലേക്ക് ചേർത്തുമ്പോൾ അത്യാവശ്യം ഡൊണേഷനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ പിന്നെ ഞാനും ഇക്കയും കൂടി ഒരു തർക്കമൊക്കെ ഉണ്ടായി. ഇക്ക പറഞ്ഞ പഴയ സ്കൂളിൽ തന്നെ മതിയെന്ന്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ നല്ല രീതിക്ക് അവർക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ചേർത്തി വിട്ടു ഗായ്സ്. ഇനിയിപ്പോൾ കുറച്ച് അവർ എൻജോയ് ചെയ്ത് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചേർത്തി വിട്ടത്. പിന്നെ ഇതേ നമ്മൾ ലഞ്ച് ബോക്സസൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് സ്നാക്സ് ആയിട്ട് വേറെ ഒന്നും അലോ ചെയ്യൂല. ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ മുളപ്പിച്ചതോ ഒക്കെ പറ്റുള്ളൂ കേട്ടോ. പിന്നെ വൈറ്റ് റൈസ് മാത്രമാകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ നെയ്യാണെങ്കിൽ നെയ്യ്. കുട്ടികൾക്ക് ഹെൽത്തിന് നല്ലതാണ്, നല്ല ഓർമ്മശക്തിയൊക്കെ കിട്ടാൻ ബട്ടർ ഇതുപോലെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ, വെറും വയറ്റിലൊക്കെ കഴിക്കുന്നത്. പിന്നെ ഇതേ നമ്മൾ സ്നാക്സ് ബോക്സ് റെഡിയാക്കുകയാണ്. സ്നാക്സിന് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ 3 പേർക്കും ഗ്രീൻ പീസാണ്. പിന്നെ അവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 3 പേരും ഉച്ചവരെയും ഒപ്പം തന്നെയായിരിക്കും ഉണ്ടാവുക, എല്ലാ കുട്ടികളും ഒന്നിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവർക്ക് സ്നാക്സ് ഒരൊറ്റ ബോക്സിലാക്കി കഴിഞ്ഞാലും അവർക്ക് ഷെയർ ചെയ്ത് കഴിക്കാൻ കാര്യങ്ങളൊക്കെ പറ്റും. ഉച്ചയ്ക്ക് ശേഷമാണ് ഇവർ സെപ്പറേറ്റ് ക്ലാസ്സുകളിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സ്നാക്സ് മൊത്തത്തിൽ 3 പേർക്ക് ഇങ്ങനെയാണ് ആക്കി കൊടുക്കുന്നത്. ഒരെണ്ണത്തിൽ കുക്കുംബർ 3 പേർക്കുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കുംബർ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ബാക്കി ഗ്രീൻ പീസും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ സെപ്പറേറ്റ് ഈ ഒരു ബോക്സിൽ ഫ്രൂട്ട്സായിട്ട് നമ്മുടെ പൊമഗ്രാനേറ്റും കൂടെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് മക്കളുടെ ഇന്നത്തെ ലഞ്ച് ബോക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഓൺ പ്രൊഡക്ട്സാണ് ലഞ്ച് ബോക്സസ് എല്ലാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഓർഡർ എടുക്കാൻ ആളില്ല, അതാണ് ഒരു പ്രശ്നം. ആൾ ലീവിലാണ് കേട്ടോ. അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവൾക്ക് എക്സാം ആയതുകൊണ്ട് അവൾ ലീവിലാണ്. അപ്പോൾ കുറച്ച് ഡിലേ വരും. വെബ്സൈറ്റ് ആയിക്കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടില്ല. അങ്ങനെ ദേ റെനക്കുട്ടി റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ഇന്ന് ക്ലാസ്സിൽ പോകാനില്ലാത്തത് കൊണ്ട് ഫസ്റ്റ് ഇന്ന് റെനക്കുട്ടിയാണ് പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാനായിരിക്കും കേട്ടോ പോവാം. പത്തരമാറ്റൊളി ചേലാണ് എത്ര മൊഴിഞ്ഞാൽ സുഖമാണ് ഹക്കതവർ മധുമലരാണ് ആ മലരിൽ തൂകും ചന്തം കാണാനെന്തു രസം ആ സ്വരമതി മൊഴികൾ കേൾക്കാൻ തേങ്ങലിലല്ലേ എന്നുള്ളം ത്വയ്ബാ ത്വയ്ബാ പൂവിതളാണ് പത്തരമാറ്റൊളി ചേലാണ് എത്ര
മന്ത്രമൊഴിഞ്ഞാൽ സുഖമാണ്, ഹക്കതവർ മധുമലരാണ്. അങ്ങനെ ഇനി അടുത്ത സെറ്റ് ഓഫ് ആൾക്കാരനെ റെഡിയാക്കാനുള്ള പുറപ്പാടാണ്. ഏറ്റവും ടഫ് ഇതിലെന്ന് പറയുമ്പോൾ നമ്മുടെ ഹയാൻകുട്ടനെ എണിപ്പിച്ച് അവനെ ബാത്റൂമിലേക്ക് വിട്ട് ഇതൊക്കെയാണ് കേട്ടോ. അവൻ ഭയങ്കര ടഫാണ്, നമുക്ക് പറഞ്ഞാലൊന്നും പെട്ടെന്ന് അനുസരിക്കുകയില്ല, മനഃപൂർവ്വം ലേറ്റ് ആക്കും കേട്ടോ. ഈ സൈലൻ്റായിട്ട് പാവം പോലെ ഇരിക്കുന്ന ആൾക്കാരുടെ യഥാർത്ഥ സ്വഭാവം ഉണ്ടല്ലോ, അവരെ കൂടെ ഉള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ, നമ്മൾ പറഞ്ഞാലൊന്നും വിശ്വസിക്കൂല. അപ്പോൾ ഹയാൻ ആ ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അവൻ അങ്ങനെയും ഇങ്ങനെയും നമ്മൾ വേഗം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മനഃപൂർവ്വം പതിയെ മെല്ലെ നടക്കുള്ളൂ, മെല്ലെ ചെയ്യുള്ളൂ, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതേ കുട്ടികളുടെ ലഞ്ച് ബോക്സസ് എല്ലാം മൂടി വെച്ചിട്ടുണ്ട്. ഹയാൻ്റെ ലഞ്ച് ബോക്സ് ഏൽപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് എടുത്തിട്ട് പോകില്ല അവൻ. മനഃപൂർവ്വം പുറത്തു പോയി മറന്നിട്ട് പിന്നെ നമ്മൾ ബാക്കിൽ ഓടിക്കൊണ്ടുപോയി കൊടുക്കണം. ഇത് എപ്പോഴുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതേ ഇച്ചിലി ബേബി ഓപ്പോസിറ്റായിട്ട് നിങ്ങൾ വിചാരിക്കും അയ്യോ ഇച്ചിലി ബേബി കരയണു സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നൊക്കെ നിങ്ങളിപ്പോൾ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. നല്ലൊരു കള്ളക്കരച്ചിൽ നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് പറ്റുമേ. എന്തിനുള്ള കള്ളക്കരച്ചിലാണെന്നറിയോ? അവൾക്ക് സ്കൂളിലേക്ക് എല്ലാവരുടെയും കൂടെ വേഗം പോകണം എന്ന് പറഞ്ഞിട്ട്. വിശ്വസിക്കുക, സത്യമാണ് കേട്ടോ. പല്ല് തേക്കാതെ കുളിക്കാതെ കിറ്റും എടുത്ത് തോളിലിട്ടിട്ട് ഇതേ കള്ളക്കരച്ചിൽ ഉണ്ടാക്കുകയാണ്. കണ്ണൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചിമ്മിയിട്ട് അണ്ണാൻ്റെ കൂടെ തന്നെ പോകണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണേ. ആരാരും കാണാതെ എൻ്റെ മനസ്സിലൊളിച്ചില്ലേ, ആ മധുഹുകളോ താനായി കണ്ണതടച്ചുമിരുന്നില്ലേ. ആരാരും കാണാതെ എൻ്റെ മനസ്സിലൊളിച്ചില്ലേ, ആ മധുഹുകളോ താനായി കണ്ണതടച്ചുമിരുന്നില്ലേ. ഞാൻ പാടും മീരടി പോലും ആശകൾ തീർത്തില്ല, ഞാൻ മീട്ടും മൊഴികളതെന്നുടെ സ്നേഹം കണ്ടില്ല. ത്വയ്ബാ, ത്വയ്ബാ. അങ്ങനെ ദേ കുട്ടീസിനെല്ലാം കുളിപ്പിച്ച് റെഡിയാക്കി കാറിലേക്ക് ദേ കയറ്റുന്നുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റോടെയാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഒരാൾ എവിടെയെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, നമ്മുടെ ചുച്ചുക്കുട്ടീനെ എനിക്കൊരാശ്വാസത്തിന് വേണ്ടിയിട്ട് അമ്മാൻ്റെ വീട്ടിലാണ് കേട്ടോ അവൾ. അപ്പോൾ അവളെ അവിടെ പോയിട്ട് വിളിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ സ്കൂളിലേക്ക് പോകുന്നത്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാനും കൂടെ പോവാണ് കേട്ടോ. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചുച്ചുക്കുട്ടീനെ ഇങ്ങനെ ഇവിടെ വിടാൻ ഇഷ്ടമല്ല, കാരണം അവർക്ക് ബുദ്ധിമുട്ടാവണ്ട, അമ്മക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഈ മക്കളുണ്ടല്ലോ അമ്മാനെ കാണണം എന്ന് പറഞ്ഞിട്ട് എപ്പോൾ നോക്കിയാലും കരച്ചിലായിരിക്കും. എനിക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല. എനിക്ക് എൻ്റെ മക്കളെ നമ്മുടെ വീട്ടിൽ വെച്ച് അങ്ങനെ നോക്കാനാണ് ഇഷ്ടം. ഓക്കെ, അപ്പോൾ പിന്നെ കുട്ടികളല്ലേ, അമ്മ ഉള്ളിടത്തോളം അല്ലേ അവർക്ക് ആ ഒരു സ്നേഹമെങ്കിലും കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കരച്ചിൽ കാണുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ വിടുന്നത് കേട്ടോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു ആശ്വാസം തന്നെയാണ്, ആരെങ്കിലും ഒരാൾ അവിടെ നിൽക്കുമ്പോൾ ഒരാളുടെ പണിയെങ്കിലും നമുക്ക് കുറഞ്ഞു കിട്ടും എന്നുള്ളൊരു കാര്യം കേട്ടോ. അങ്ങനെ ദേ സ്കൂളിലേക്ക് പോവാണ്, എത്തിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഉച്ചു ബേബി നമ്മളവിടെ വിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ ചിലപ്പോൾ കരയായിരിക്കും എന്നുള്ളത്. നോക്കിയ സമയത്ത് അവൾക്കൊരു കരച്ചിലുമില്ല, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അവരൊക്കെ വിട്ടതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ പോവാണെന്നുള്ളത്. ഇന്ന് നമ്മുടെ ട്രസ്റ്റിനും വേണ്ടിയിട്ട് ഒരു സ്ഥലം നമ്മൾ വാങ്ങുന്നുണ്ട്. അതിൻ്റെ രജിസ്ട്രേഷൻ ദിവസമാണ്. അവിടെ ഇരിക്കുന്ന സമയത്ത് ദേ ഇങ്ങനെ സെമിത്തേരി കണ്ടതും പെട്ടെന്ന് എനിക്ക് എൻ്റെ അത്താനെ ഓർമ്മ വന്നു. ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ ഉള്ളവരും അത്ത എപ്പോഴും പോകുന്ന ഒരു ആധാരമെഴുത്ത ഓഫീസാണ്. അപ്പോൾ ഇങ്ങനെ അത്താൻ്റെ കാര്യങ്ങളും സംസാരിച്ച് ആകെ സാഡായി ഗൈസ്. അങ്ങനെ എൻ്റെ അത്ത ആഗ്രഹിച്ച ഓരോ കാര്യങ്ങളും ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാവങ്ങളായ വിധവകളായ കുട്ടികളെയും വിധവകളായ കുട്ടികളല്ല, സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ സംരക്ഷിക്കുന്ന, അവരെ സ്കിൽഡാക്കി അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ലെവലിലേക്ക് ആക്കി മാറ്റുന്ന ഒരു സ്ഥാപനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇനീഷ്യൽ പണിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ഓരോ സ്ത്രീകളുടെ പ്രാർത്ഥനയിലും നിങ്ങളും ഓരോരുത്തരുണ്ടാവും. കാരണം ഇത്രയും ഒരു ഇതിലേക്ക് എത്തിച്ചേരാൻ നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയും സ്നേഹവും സപ്പോർട്ടും എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനി വലിയൊരു കടമ്പയാണ്, ചെറിയൊരു സംഭവം എന്നല്ല നമ്മൾ ഈ ഏറ്റെടുത്തിരിക്കുന്നത്, വലിയൊരു കാര്യമാണ്. എങ്ങനെ നടക്കുന്നോ, എത്ര പെട്ടെന്ന് നടക്കുന്നോ അതൊന്നും എനിക്കറിയില്ല. പക്ഷേ പഠിച്ചോൻ്റെ കൃപ കൊണ്ട് പഠിച്ചോനെ ഏൽപ്പിക്കുന്ന പണിയാണല്ലോ, അങ്ങനെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നത് കേട്ടോ.
അപ്പോൾ ഇതേ അങ്ങനെ രജിസ്ട്രേഷൻ്റെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഈവനിങ് ആണ്. ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കരച്ചിൽ തുടങ്ങുന്നത് അമ്മാൻ്റെ വീട്ടിലേക്ക് പോകണം, അമ്മാൻ്റെ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട്. അവിടെ അവർക്ക് എല്ലാവരെയും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അല്ലാതെ ഇപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായി കിട്ടിയിട്ടൊന്നല്ല. അമ്മക്ക് അങ്ങനെ ഫുൾ ടൈം എൻ്റെ കുട്ടികളുടെ പുറകെ നടന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരിങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കും, ഒരു നേരം വല്ലതും ഭക്ഷണം കൊടുക്കുക, അത്ര മാത്രമേ പണിയുള്ളൂ കേട്ടോ. പക്ഷെ അവർക്ക് അവിടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതേ ചുച്ചുക്കുട്ടി വണ്ടിയിൽ നിന്ന് പോലും ഇറങ്ങാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ കൊണ്ട് വിടണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ പിന്നെ വിട്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല, കാരണം 2 ആഴ്ച മുമ്പത്തെ വീഡിയോ അല്ലേ. അതിനുശേഷം നമ്മൾ നേരെ പോയത് മീനാക്ഷി അമ്മയുടെ വീട്ടിലേക്കാണ്. നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. മീനാക്ഷി അമ്മ ഒരു നേരം ഭക്ഷണത്തിന് പോലും ശരിക്കും വകയില്ലാതെ ഭിക്ഷ എടുക്കലാണ്. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. കുറേ പേര് പറ്റിക്കാനും അങ്ങനെ ഇങ്ങനെയും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരും. പക്ഷേ ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ഇവരുടെ ഭയങ്കര ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ് കേട്ടോ. ഭക്ഷണത്തിന് എന്ത് പിച്ചയ്ക്ക് പോകാറുണ്ട്. ഞാൻ നേരം വെച്ചാൽ പേരെങ്കിലും പോകും. അപ്പോൾ നാഴി അരി ചിലപ്പഴം കഴി കിട്ടും. ഇവിടെ കൊടുക്കുന്ന ചോറ് വയ്ക്കും. ഇങ്ങനെയൊക്കെ തന്നെ എൻ്റെ ജീവിതം. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള കുറേ മനുഷ്യമുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയങ്ങളിലൊക്കെയാണ് നമുക്ക് തോന്നുന്നത് നമ്മളൊക്കെ ശരിക്കും സ്വർഗത്തിലാണ് ജീവിക്കണേ എന്നുള്ളത്. പക്ഷേ ഇത് യൂട്ടിലൈസ് ചെയ്ത് ചൂഷണം ചെയ്യുന്ന ആൾക്കാരും ഈ ഭൂമിയിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഓക്കെ, അവർ രാത്രി കഴിക്കുന്ന ഭക്ഷണം കണ്ടില്ലേ, ഈ ഒരു ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും എനിക്ക് പോകേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമോ നിങ്ങളിലേക്ക് എത്തിക്കേണ്ട ആവശ്യമോ അവരെ ആശ്വസിപ്പിക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നിട്ടും നമ്മളിത് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജനിച്ചതിനും അതിനുശേഷം മരണപ്പെട്ടതിന് ശേഷം എന്തെങ്കിലും ഒരു അർത്ഥം വേണ്ടേ നമ്മുടെ ഈ ഒരു ജന്മം കൊണ്ട്. അപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ചെയ്യുന്നത്. ചിലർ പറയുന്നത് ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിനക്ക് കൂലി കിട്ടൂല എന്നുള്ളത്. കൂലി തരുന്നത് പടച്ചോനാണ്, അത് പടച്ചോൻ തീരുമാനിച്ചോളും. പിന്നെ വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുത് എന്ന് പറയുന്നു. പക്ഷെ അതേ സൂറത്തുൽ ബക്കറയിൽ പറയുന്നുണ്ട് പരസ്യമായിട്ടും രഹസ്യമായിട്ടും ദാനധർമ്മം ചെയ്യാം, നമ്മുടെ നിയ്യത്തിനനുസരിച്ചാണ് എന്നുള്ളത്. പരസ്യമായിട്ട് ചെയ്യുന്നത് പ്രചോദനമാവാനും വേണ്ടിയിട്ടും രഹസ്യമായിട്ട് ചെയ്യുന്നത് ആ ഒരു ഇത് അത്. പക്ഷേ ഒരു സൈഡ് മാത്രം കണ്ടുകൊണ്ട് നമ്മളെ വിമർശിക്കാൻ കുറേ ആൾക്കാർ വരും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസത്തെ കാര്യമാണ്. സ്കൂൾ തുറന്നിട്ട് ഇത്രയും ദിവസമായിട്ട് നമ്മൾ സാധാരണ കൊടുക്കുന്ന ബുക്സിൻ്റെ കിറ്റ് കാര്യങ്ങൾ സ്കൂൾ കിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും വൈകിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വേറെ വർക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് മാത്രം എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കുറച്ച് വൈകിയാലും കുഴപ്പമില്ല എന്ന് തോന്നിയത്. കാരണം വാങ്ങാൻ കഴിവുള്ളവർ വാങ്ങട്ടെ, അതിനുശേഷം ഇല്ലാത്തവർക്ക് കിട്ടേണ്ടവർക്ക് മാത്രം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ കടയിൽ നിന്ന് കുറച്ച് ഈ ഒരു ഇത്രയും കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അവിടെ തന്നെ അങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നല്ലേ നമുക്ക് എത്ര തന്നെ നമ്മൾ നല്ല ഉദ്ദേശത്തോടെ എന്തെങ്കിലുമൊക്കെ ചെയ്താലും ചിലപ്പോൾ നമുക്കിങ്ങനെ 8ൻ്റെ പണികൾ കിട്ടാനുള്ള ചാൻസുകളൊക്കെ ഒരുപാട് ഉണ്ട്. ചിലപ്പോൾ അത് പഠിച്ചവൻ്റെ പരീക്ഷണമായിരിക്കാം, നമ്മളതിൽ നിന്നും പിന്മാറുന്നുണ്ടോ ഇല്ല തുടർന്ന് പോകുന്നുണ്ടോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അത്യാവശ്യം നല്ലൊരു വിഷമം കിട്ടിയൊരു സമയമാണ്. അത് പറയേണ്ട ഒരു സാഹചര്യം വരുവാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് ആ ഒരു വഴിക്ക് പോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം, ഓർമ്മ വരുന്ന സമയത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ.